ഹായ് ഗൈസ്, ഇമ്മോർട്ടൽ റൈസിംഗ് 2-ൽ പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതെന്താണെന്ന് നോക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നിട്ടുള്ളത്. സോ ഇമ്മോർട്ടൽ റൈസിംഗ് 2-ൻ്റെ ആഡ്രോ പ്രോഗ്രാമിൽ നിങ്ങൾ ഇതുവരെയും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. നല്ലൊരു വെർത്തായിട്ടുള്ളൊരു എയർ ഡ്രോപ്പ് തന്നെ ഇതിൽ നിന്ന് ലഭിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതെങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്നുള്ളത് എൻ്റെ വീഡിയോ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്, തീർച്ചയായിട്ടും വാച്ച് ചെയ്യാം. സോ എയർ ഡ്രോപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു അപ്ഡേറ്റ് വന്നിട്ടുള്ളത്, നിങ്ങൾ ഇമ്മോർട്ടൽ റൈസിംഗ് 2-ൻ്റെ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ IMT എയർ ഡ്രോപ്പ് എന്ന് തൊട്ട് മുകളിൽ തന്നെ നിങ്ങൾ കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. ORB ഇമ്പാക്റ്റ് ട്രാക്കും അതുപോലെ തന്നെ സോൾബോണ്ട് ടോക്കൺ ട്രാക്കും. ഈ രണ്ടാമത്തത് ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. സോ അതിൻ്റെ പ്രീ രജിസ്ട്രേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 27 നവംബറിനാണ് ശരിക്ക് കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. ഇപ്പോൾ പ്രീ രജിസ്ട്രേഷനാണ്. സോ ORB ഇമ്പാക്റ്റ് ട്രാക്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എത്ര ORB പോയിൻറ്റ്സ് ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ആദ്യം കാണിക്കുന്നുണ്ട്. സോ നമ്മളുടെ ലെവൽ എത്രയാണ് എന്നുള്ളതും ഇവിടെ കാണിക്കുന്നുണ്ട്. എൻ്റെ ലെവൽ ഇപ്പോൾ ഗോൾഡാണ്. സോ ഓരോ ഇത്ര പോയിൻറ്റ്സിന് എത്ര ലെവൽ വെച്ചിട്ടാണ് ലഭിക്കുക എന്നുള്ളതൊക്കെ തന്നെയും ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഒരു 1K ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്രോൺസ്, അതുപോലെ 2K ഉണ്ടെങ്കിൽ സിൽവർ, 3K ആണെങ്കിൽ അത് ഗോൾഡ്, 5K ആണെങ്കിൽ പ്ലാറ്റിനം, അതുപോലെ 10K ആണെങ്കിൽ ഡയമണ്ട്. സോ ഓരോന്നിലും ലഭിക്കാൻ പോകുന്ന IMT ടോക്കൻ്റെ വാല്യൂ അളവിലും വ്യത്യാസം ഉണ്ടാവും. സോ നമ്മളുടെ അടുത്ത് ഉള്ള ORB പോയിൻറ്റ്സിൻ്റെ കണക്കനുസരിച്ചാണ് IMT ടോക്കൺസ് ലഭിക്കുക എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഇവിടെ സോൾബോൺ ടോക്കൺ ട്രാക്ക് എന്നുള്ള ഭാഗത്ത് കാണാൻ പറ്റും. ഇപ്രകാരമായിരിക്കും. ഇവിടെ നിങ്ങൾ ക്ലൈം ആൻഡ് രജിസ്റ്റർ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു വിൻഡോ ആയിരിക്കും ഓപ്പൺ ആയിട്ട് വരിക. ഇതിൽ നിങ്ങളൊരു ഇമ്മ്യൂട്ടബിൾ പാസ്പോർട്ട് വാലറ്റ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. സോ ഇവിടെ നിങ്ങൾക്ക് ഗൂഗിൾ അക്കൗണ്ട് തന്നെ യൂസ് ചെയ്യാവുന്നതാണ്. സോ അങ്ങനെ നിങ്ങൾ അക്കൗണ്ട് ഇവിടെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രീ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബാഡ്ജ് നിങ്ങളുടെ വാലറ്റിൽ കിട്ടുന്നതായിരിക്കും. സോ ഈ ഇമ്മ്യൂട്ടബിൾ പാസ്പോർട്ട് വാലറ്റ് നിങ്ങൾ ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ അതിൽ ഇൻവെൻട്രിയിൽ ഈ ഒരു ബാഡ്ജ് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അത് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു NFT അസറ്റായിട്ട് നിങ്ങൾക്കത് മാർക്കറ്റിൽ വിൽക്കാവുന്നതാണ്. സോ രജിസ്റ്റർ ചെയ്തില്ല. സോ 27-ാം തീയതിക്ക് ശേഷമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതിൽ ഡെയിലി ചെക്കിംഗ് ഉണ്ട്. 28-ാം തീയതി മുതൽ നിങ്ങൾ ഓരോ ദിവസവും ചെക്കിങ് ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഓരോ ബാഡ്ജ് വെച്ച് ലഭിക്കുന്നതായിരിക്കും ഫസ്റ്റ് ഡേ. അതുപോലെ 7 ഡേയ്സ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ, അതുപോലെ 40 ഡേയ്സ് 30 ഡേയ്സൊക്കെ ചെക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബാഡ്ജസ് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഗെയിമിലുള്ളതാണ് സോൾ സ്റ്റോൺ. അത് ലെവൽ 10 വരെ എത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിലൂടെയും ബാഡ്ജ് ലഭിക്കും. അതുപോലെ ബാക്കിയുള്ളതെല്ലാം ഗെയിം ഓറിയൻറ്റഡ് ആയിട്ടാണ്. നിങ്ങൾ ഗെയിം കളിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവും. തീർച്ചയായിട്ടും ഇമ്മോർട്ടൽ റൈസിങ്ങിൻ്റെ എയർ ഡ്രോപ്പിൽ ഈ കാര്യങ്ങൾ കൂടി ആഡ് ചെയ്യുക. തീർച്ചയായിട്ടും ഇമ്മോർട്ടൽ റൈസിങ്ങിൻ്റെ എയർ ഡ്രോപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. സോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.